ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു പനി വന്ന് പോയി. പിന്നെ കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിലോട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇത് സംഭവം ചെറിയൊരു വീഡിയോ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഷൂട്ട് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ കുറേ ടൈം വേണ്ട പരിപാടിയാണ്. പിന്നെ ഫ്രീ ആണെന്ന് തിരക്കുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സമയമില്ല. അങ്ങനെയാണ് ഇതിങ്ങനെ കുറച്ച് കഴിയട്ടെ, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരക്ക് ഫുള്ള് കഴിഞ്ഞെന്നല്ല, എൻ്റെ ഇടയിലൊന്നും ഒഴിവായപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോസ് എന്നോ എടുത്തു വെച്ചതാണ്. അപ്പോൾ അതൊരു വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഫൈസിനെ അംഗൻവാടി കൊണ്ടുപോയാക്കി കേട്ടോ. അംഗൻവാടി ഇവിടെ അടുത്ത് തന്നെയാണ്, ഇതാ കാണുന്ന വീടിൻ്റെ തൊട്ട് മുകളിലാണുള്ളത്. അപ്പോൾ ഓനെ രാവിലെ തന്നെ റെഡിയാക്കി അങ്ങോട്ട് വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകാമെന്നുള്ളൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് വരെ പോവാണ്. വെറുതെ കാണാൻ പോയതൊന്നുമില്ല, അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് വണ്ടി ശരിയാക്കാൻ അവിടെ വരെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കാൻ ഒടുക്കും പോലൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാനും കൂടെ പോരുന്നുണ്ട്, അങ്ങനെ പോവാണ്. മഴ ഉള്ള സമയമാണ്, പക്ഷേ അന്ന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നെ മെഹസിനെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം. ഒറ്റയ്ക്ക് ഓനെ കൊണ്ട് അധികം ഒടുക്കും പോവില്ല. ഓന് വേണമെങ്കിൽ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വിചാരിച്ചാണ് ഞാൻ പോവണം. എന്നാൽ ഓനൊരു ഹാപ്പി ആവുമല്ലോ, ഓൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്നാവും എന്ന് വിചാരിച്ച് രണ്ടാൾ ഒരുമിച്ച് പോകണമെങ്കിൽ ഇഷ്ടം, ഓരോരുത്തരായി വേറെ വേറെ ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഫൈസ് ഉണ്ടാകുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്ന പോലെയാണ്. സോ ഓൻ ഒറ്റയ്ക്ക് പോകുമ്പോഴേ ഓനൊന്ന് ആക്റ്റീവ് ആവലുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓനെ ഒന്ന് ഒറ്റയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കൊണ്ടുപോവാണ്. ഇപ്പോൾ ആളിതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബൈക്കുമ്പോൾ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. വേറെ ഏത് വണ്ടിയിലും കാട്ടി എനിക്കിഷ്ടം ബൈക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകണം ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ കുട്ടികൾക്കും അതേപോലെ ഉണ്ട് കേട്ടോ. ഞാൻ ചെറുതായിരുന്ന ഐറ്റങ്ങൾ വെച്ച് ഇങ്ങനെ പോകും. അതുകൊണ്ട് അവൾക്ക് എത്ര ദൂരം പോയാലും ഒരു പ്രശ്നമില്ല. ഇനി അഥവാ കരയുകയാണെങ്കിൽ പോലും വണ്ടിമേൽ കയറിയാൽ ഒരു കരയൊന്നുമില്ല, നല്ല കുട്ടികളായിരിക്കും. പിന്നെ രണ്ടാളും കൂടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു രണ്ടാളും കൂടി വണ്ടിമേൽ ഇരുന്ന് കളിയൊക്കെ വരും. അപ്പോൾ ആ മാന്തലും നുള്ളലും അങ്ങനത്തെ പ്രശ്നമൊക്കെയാണ്. അപ്പോൾ സ്ഥലമില്ല വണ്ടിമേൽ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരാളെയും കൊണ്ട് പോകും, ഒരാളെ നഴ്സറി വിടും, ഒരാളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിലൊരാളാക്കും, എന്നിട്ട് മറ്റാളെ കൊണ്ടുപോകും. അങ്ങനെയാണ് കൂടുതലും പോകലിപ്പോൾ. ഇതിലുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ, മെഹസിനെ കൊണ്ട് പുറത്ത് പോയാൽ ഓൻ പറയും ഫൈസിനെ വേണ്ടാന്ന്. ഫൈസിനെ കൊണ്ട് പോയാൽ ഓൻ പറയും മെഹസിനെ വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകണ്ട. അതെന്താ വെച്ചാൽ രണ്ടാൾക്കും ഒറ്റയ്ക്ക് പോരണം, എന്നാലേ അവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുള്ളൂ. പിന്നെ ഒരാളെ മാത്രം കൊണ്ടുപോയി വെച്ച് രണ്ടാൾ പ്രശ്നം ഉണ്ടാക്കുകയൊന്നുമില്ല, നല്ല കുട്ടികളായിരിക്കും. തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ കരയും. All this time, I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. അങ്ങനെ പിന്നെ കോഴിക്കോടെത്തി. അവിടെ പോയാണ്ട് ഏതോ ബൈക്കിൻ്റെ പാർട്സൊക്കെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് കുറേ ബൈക്കിൻ്റെ പാർട്സ്, കാറിൻ്റെ ഒക്കെ പാർട്സ് കിട്ടുന്ന സ്ഥലം, അവിടെയൊക്കെ പോയി. അങ്ങനെ പിന്നെ കുറേ റേറ്റൊക്കെ ചോദിച്ച് സെമിക്ക് എന്തോ അതാണ്ട് ശരിയായില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ശരിയാക്കിയില്ല, പിന്നെ ഇവിടെ നിന്ന് തന്നെ ശരിയാക്കാൻ തീരുമാനിച്ചു.
പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കണം എന്നുള്ളത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ബിരിയാണിയൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ അപ്പുറത്ത് വേറൊരാളുണ്ട്, അയാളിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് മാറിയാണ്ട് കോമഡി ആയിന്. അത് ചെറിയൊരു ടേബിളായിരുന്നു. അപ്പോൾ അതിൽ ഞാനും സെമിയുടെ സൈഡിൽ വേറെ മറ്റേ രണ്ട് സൈഡിൽ വേറെ കാക്കയും ഇപ്പുറത്ത് വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് വെള്ളം ഞാൻ എൻ്റെത് ഈ സൈഡിലാണ് വെച്ചിരുന്നത്. അയാൾ ഫോണിങ്ങനെ ആ പയ്യന് ഫോണ് നോക്കിയാണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ കുടിച്ചാണ്ട് അവിടെ വെച്ചതാണ്. പിന്നെ അയാൾ ഫോണിക്ക് നോക്കിയാണ്ട് കഴിക്കണ ഇടയിൽ എൻ്റെ വെള്ളം എടുത്ത് കുടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം സമയം കറക്റ്റ് ടൈമാണ് ബീച്ചിൽ പോകാൻ, നമുക്ക് പോവാം ബീച്ചിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ബീച്ചിൽ പോന്നിട്ടോ. നല്ല കാറ്റ്, കുറേ നേരം അവിടെ നിന്ന്. പിന്നെ മേസി ഇറങ്ങി ഓട്ടായി. ഓന് അവിടെയൊക്കെ പാടെ കണ്ടപ്പോൾ നടക്കണം എന്നുള്ള കൊതിയായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓനടി വെച്ച് പിന്നെ മണലൊക്കെ ഉള്ള അങ്ങോട്ട് ഇറങ്ങി വെച്ചല്ല. ഈ റോഡിൻ്റെ ഇവിടെ ഇങ്ങനെ നിന്നിരുന്നത്. അവിടെ നല്ല കാറ്റിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ കാറ്റ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ എന്താട്ടി മണലുള്ള അവിടേക്കൊക്കെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി. പിന്നെ കുറേ നേരം മെഹസി മണലിലൊക്കെ കളിച്ച് ഓനതിൽ കുറേ ഓടി കളിച്ചു. വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പോകുന്നതുകൊണ്ട് നല്ല ഡ്രസ്സൊന്നും ഇട്ടില്ല കേട്ടോ. ഡ്രസ്സൊക്കെ തല്ലിപ്പൊടി ഡ്രസ്സിലാണ് കേട്ടോ. അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. ഞാൻ കിട്ടിയത് ടീഷർട്ട് എടുത്തിട്ടാണ് പോകുന്നതാണ്. പിന്നെ അവിടുന്ന് എനിക്ക് കുറേ കാലമായിട്ട് ഒരു ബുക്ക് വാങ്ങണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിരുന്നു ആ ബുക്കിനെ കുറിച്ച്. അപ്പോൾ ആ ബുക്ക് എവിടെ കിട്ടുമെന്നൊക്കെ അറിയില്ല. എവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആ ബുക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ അങ്ങനെ ഒരു യാത്ര ചെയ്യാതെ വിചാരിച്ച് പോയതാണ്. ഞാനേതായാലും ഫുൾ ഹാപ്പി ആയിട്ട് നമുക്ക് ബുക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അത് മതി കിട്ടും. പക്ഷേ എനിക്കിതുവരെയായിട്ട് അത് വായിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. പക്ഷേ എനിക്കത് വായിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. ബിക്കോസ് എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലൊരു ചേട്ടൻ വന്നിട്ട് കുട്ടീനെ കൊണ്ട് ബലൂൺ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറുന്നതേ ഉണ്ടായിട്ടുള്ളൂ ഇനി. അപ്പോൾ ആ ബലൂൺ വാങ്ങിച്ചാൽ അവൻ എന്തായാലും പൊട്ടിക്കും. പിന്നെ അത് അയാൾ വീണ്ടും വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെമി പറഞ്ഞത് ഇപ്പോൾ വാങ്ങണ്ട, നമുക്ക് തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന്. പിന്നെ തിരിച്ച് വരുമ്പോൾ അത് അവിടെ കണ്ടതുമില്ല. അതുകൊണ്ട് പിന്നെ വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ഓല് രണ്ടാളും കുറേ നേരം കടലിലിങ്ങനെ കളിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ കടൽ കാണാനൊക്കെ പോകും. പക്ഷേ മണലാവണ തീരെ ഇഷ്ടമില്ല കേട്ടോ കാലുമേൽ. പിന്നെ അത് പോവില്ല, ചെരുപ്പിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും. അതാണ് എനിക്ക് ബീച്ചിൽ പോകാൻ ആകെ മടി. പിന്നെ ഡ്രസ്സൊക്കെ മാറണം, അതിനുള്ള ഒഴിവൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ വരേണ്ടി വരും വീട്ടിലേക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടോ. മേസി പാൻ്റൊക്കെ ഊരി പമ്പേഴ്സിലായിട്ട് പിന്നെ ഏതായാലും ഓൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൻ നല്ല എൻജോയ് ചെയ്തിന്. അവിടെ നിന്ന് അങ്ങോട്ട് പോരണേ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോരുമ്പോൾ ഒന്ന് കരയായിരുന്നു കേട്ടോ. പിന്നെ ഓൻ അങ്ങോട്ട് തന്നെ പോകണം. അങ്ങനെ കുറേ നേരം കളിച്ച് സെമിക്ക് മടുത്ത് ലാസ്റ്റ് കുടുങ്ങിയായി. അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോരണ്ടേ. ലാസ്റ്റ് പിന്നെ ആ മണലിൽ കൂടെ കുറേ നേരം ഇങ്ങനെ കളിച്ച്. അപ്പോൾ അവിടെ കുറേ ഡോഗ്സ് ഉണ്ട് അവിടെ കടന്നുറങ്ങുകയാണ്. അപ്പോൾ സെമി പറയായിരുന്നു അതിന് അടി വെക്കണ്ട, ഐറ്റങ്ങൾ മൂത്രയിച്ചുണ്ടാവും അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് 2 കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ ബുക്ക് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, ആ ബുക്കിൻ്റെ പേരാണ് നരമുണ്ടോ കേല. അതാണ് കേട്ടോ. അതെന്തൊക്കെയോ എന്താ പറയുക, ഒരു യാത്ര ചെയ്തിട്ട് അവിടുത്തെ ഏതൊരു സ്ഥലം യാത്ര ചെയ്തിട്ട് അവിടുത്തെ ആളുകളെ എന്തൊക്കെയോ ഒരു അന്ധവിശ്വാസങ്ങൾ പോലത്തെ എന്തോ ആണ് കേട്ടോ. നരമുണ്ടോ കേല സെറ്റ് ബുക്ക് കേട്ടോ, വായിച്ചു നോക്കണം. പിന്നെ മെഹസിക്കൊരു കൂളിംഗ് ഗ്ലാസ് പോലെ വാങ്ങി, പൈസക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഓന് വാങ്ങി. പിന്നെ ഒരു ലൈറ്റ് കത്തുന്ന പന്ത് പോലത്തെ സാധനം വാങ്ങിയിട്ടു. അതൊക്കെ ഇപ്പം പൊട്ടിക്കും, എന്ത് വാങ്ങിയിട്ടും കാര്യമില്ല, അപ്പം തന്നെ പരിപ്പിളക്കും. സോ വെറുതെ വാങ്ങിയതാണ്. ഫൈസിനെ കൊണ്ടുപോയിട്ടില്ലല്ലോ, അപ്പോൾ ഓന് വാങ്ങിയതാണ്. വരുമ്പോൾ ഓന് സന്തോഷിക്കോട്ടെ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പാട്ട് പാടിയൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കാറ്റ് കൊണ്ടിട്ട് സെമി ബൈക്ക് എടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കണം കേട്ടോ.
അപ്പോത്തിന് തന്നെ കുറേ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ രാത്രി ആകുമ്പോഴത്തേന് വേഗം വീട്ടിലെത്തണം എന്ന് വെച്ചിട്ട് വേഗം തന്നെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും ബൈ.